തുണിക്കച്ചവടത്തിന്റെ മറവിൽ MDMA കടത്തിയ അമ്മയും മകനും ഉൾപ്പെട്ട 4 അംഗ സംഘത്തെ എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയിരിക്കുകയാണ്. ശരി, ബാക്കി വണ്ടി നോക്കാം. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നെയ്യാറ്റിങ്കര ആറാലുപൂണ്ട് സമയം വെച്ചാണ് ഈ 4 അംഗ സംഘത്തെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇവരുടെ കാറിന്റെ ബോണറ്റിനകത്തു നിന്നും 125 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തു. ഇന്നേ ദിവസം എനിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലാർ ഭാഗത്ത് വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ പിടിച്ചു ശ്രമിച്ച 4 പേരെ 125 ഗ്രാം MDMA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കിരൺ, അക്ഷയ്, കിരണിന്റെ അമ്മയായ ബീന, കിരണിന്റെ സുഹൃത്തായ സന്ധ്യ എന്നിവരെയാണ് 125 ഗ്രാം MDMA അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ടിയാൻമാർ സഞ്ചരിച്ച സൈലോ വാഹനം കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മെത്താഫെറ്റമിൻ കടത്തുകയായിരുന്നു ഈ പ്രതികൾ. ഈ കിരണിന് മുൻകാലത്തും കേസുകൾ, പോലീസ് കേസുകളും കേസുകളാണ്. 125 ഗ്രാം. കൈയുടെ വെക്കില്ല. നേരെ നില്ല ബാക്കി നമ്മള് KL 45B 9192 എന്ന മഹേന്ദ്രയുടെ സൈലോ കാറിലാണ് ഇവർ MDMA കടത്തിയത്. ഇഞ്ചക്കൽ സ്വദേശി കിരണിന്റെ അമ്മ ബീന, പെൺ സുഹൃത്ത് സന്ധ്യ, ഇത് കൂടാതെ ഇവരുടെ സുഹൃത്ത് കൂടിയായ അക്ഷയ് എന്നടങ്ങുന്ന 4 അംഗ സംഘമാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത്. പ്രതികളെ നാളെ തന്നെ നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കുന്നതാണ്. കോടതി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ് ചെയ്യുന്നത്. തുണിക്കച്ചവടത്തിന്റെ മറവിലാണ് ഈ 4 സംഘം MDMA കച്ചവടം തകൃതിയായി നടത്തിക്കൊണ്ടിരുന്നത്. ഇത് കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചാണ് ഇവർ കച്ചവടം നടത്തുന്നതെന്നും ഇതിന് പിന്നിൽ നിരവധി കണ്ണികളുണ്ടെന്നും എക്സൈസ് സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവര് വണ്ടിയിലല്ലേ വന്നത്, വണ്ടി വന്നതല്ലേ, നിങ്ങൾ നോക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ഇറങ്ങി 2 രൂപ ഇറങ്ങിയത് വണ്ടിക്കകത്ത് നോക്കണ്ടേ നിങ്ങൾ? ഈ വണ്ടി ഞാനാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് വാഹന പരിശോധനയ്ക്കിടയിൽ ഇവർ പിടിയിലാവുന്നത്. ഇവരെ പിടിയിലായ വിവരം അറിഞ്ഞ് എക്സൈസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ തുടർ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ സോഴ്സ് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് അതിനെ കുറിച്ച് തുടർ അന്വേഷണം നടത്തുന്നു. ബാംഗ്ലൂരിൽ നിന്നാണെന്നാണല്ലോ പറയുന്നത്. അതെ, അത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. ഇതിന്റെ സോഴ്സ് കണ്ടന്റെ ഭാഗമാണല്ലോ. അതെ, ഇത് കണ്ടെത്തേണ്ടതുണ്ട്, സോഴ്സ് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. സംഭവത്തെക്കുറിച്ച് എക്സൈസ് സംഘം പറയുന്നത്, ഇവർ ഈഞ്ചക്കലൊരു വീട്ടിലായി ഈ ഹോം ഗാർമെന്റ്സ് എന്ന കച്ചവടം നടന്നു. അതായത് വീട്ടിനുള്ളിൽ തുണിക്കച്ചവടം നടത്തി വരികയായിരുന്നു. ഇതിന്റെ മറവിൽ ഇവർ തിരുപ്പൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയും അതിനൊപ്പം തന്നെ ഇവർ അവിടുന്ന് ബാംഗ്ലൂരിൽ ചെന്ന് MDMA വാങ്ങി അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം നടത്തുമെന്നാണ് എക്സൈസ് സംഘം പറഞ്ഞത്.
അതൊന്ന് ഓഫ് ചെയ്തു. എടുത്തു. ഇല്ല, കുഴപ്പമില്ല, കിട്ടും. കിരണും സംഘവും ഈഞ്ചക്കിലിൽ ഒരു തുണിക്കച്ചവടം നടത്തുന്നുണ്ട്. അതായത് വീട്ടിനുള്ളിൽ ഹോം ഗാർമെന്റ്സ് നടത്തി വരികയായിരുന്നു. അവിടെ നിന്ന് ഇവർ തുണിയെടുക്കാൻ പോകുന്നു എന്ന വ്യാജേന തിരുപ്പൂരിലേക്ക് പോവുകയും തിരുപ്പൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ നിന്ന് MDMA വാങ്ങുകയും ആ MDMA കേരളത്തിലേക്ക് എത്തിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് ഇവർ കച്ചവടം നടത്തുന്നതാണ് ഇവരുടെ പതിവ് രീതി. ഇതിൽ പോലീസിന്റെയും എക്സൈസിന്റെയും കണ്ണ് വെട്ടിക്കാനായി കിരണിന്റെ 8 വയസ്സായ മകളെയാണ് ഇവർ ടൂളായി ഉപയോഗിച്ചുകൊണ്ടത്. അതായത് ഇവർ എപ്പോൾ പോയാലും ഇവർ സ്ഥിരമായി ഈ മകളെയും കൊണ്ടുപോകുന്നതാണ് ഇവരുടെ രീതി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവർ പലതവണയായി MDMA കടത്തുന്നു എന്നുള്ള വിവരം എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെ നീണ്ട കുറച്ചു കാലങ്ങളായി ഈ കിരണും സംഘവും എക്സൈസിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു. ഒടുവിൽ ഇന്നലെയാണ് ഇവരുടെ പിടിവീഴുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കഥയായി എക്സൈസ് സംഘം തന്നെ പറയുന്നത് ഈ ഹോം ഗാർമെന്റ്സിന്റെ മറവിലാണ് ഇവർ ഈ കച്ചവടം തകൃതിയായി നടത്തി വന്നത്. ഇവർ സ്ഥിരമായി തിരുപ്പൂർ തുണിയെടുക്കാൻ പോകുന്ന വ്യാജേന ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ നിന്ന് MDMAയുമായി കേരളത്തിലേക്ക് സ്ഥിരമായി വരികയുമാണ് ഇവരുടെ പതിവ്. വാഹനം പരിശോധിക്കുമ്പോൾ വാഹനത്തിനകത്ത് എപ്പോഴും കുറെ തുണികളും അതുപോലെ കുട്ടികളുടെ വസ്ത്രങ്ങളടക്കം 4 അംഗ സംഘം എപ്പോഴും വാഹനത്തിലുണ്ടാകും. പോലീസോ എക്സൈസോ നോക്കിക്കഴിഞ്ഞാൽ കുടുംബമായി ട്രിപ്പ് പോയിട്ട് വരികയോ അല്ലെങ്കിൽ തുണികൾ വാങ്ങി വരുന്നതായിട്ടേ എല്ലാവർക്കും മനസ്സിലാകുള്ളൂ. ഒടുവിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് എക്സൈസിലെ CAക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി നെയ്യാറ്റിങ്കര ആറാലുംമൂടിന് സമീപം വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹിറോഷ്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ രഞ്ജിത്ത്, അതുപോലെ തന്നെ കൃഷ്ണകുമാർ, അജയൻ, വിശാഖ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആരോമൽ രാജൻ, ഗോകുൽ, വിനോദ്, രാജേഷ് പി രാജൻ, അക്ഷയ്, അഭിജിത്ത്, ഹരിപ്രസാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരിത, സജിത, അതുപോലെ തന്നെ ആര്യകൃഷ്ണ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. എക്സൈസ് കമ്മീഷണർ പറയുന്നതനുസരിച്ച് ഈ പ്രതികൾക്ക് അന്യസംസ്ഥാനത്തെ ലഹരി മാഫിയുമായി ബന്ധമുണ്ടോ എന്നുള്ള തീവ്രമായ അന്വേഷണം നടക്കുന്നതായും പ്രതികൾക്ക് കേരളത്തിൽ ഏതൊക്കെ കണ്ണികളുമായി ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും ഇവരുടെ ബന്ധം എത്രത്തോളമാണ് ഉള്ളതെന്നുമുള്ള വലിയ തരത്തിലുള്ള പരിശോധനകളും അന്വേഷണവും നടത്തി വരികയാണെന്നും എക്സൈസ് സംഘം അറിയിക്കുകയും ചെയ്തു. ഇതൊന്നും കൂടാതെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.